ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബോട്ടിൽ ആർട്ട് കൊണ്ടാണ്. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു മാസ്കിംഗ് ടേപ്പ് എടുത്തിട്ടുണ്ട്. അതിൽ ഇതുപോലെ ഒരു ലീഫിൻ്റെ പിക്ചർ വരച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ലീഫിൻ്റെ ഷേപ്പിൽ ഈ മാസ്കിംഗ് ടേപ്പ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനത് ആ ഷേപ്പിൽ അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ബോട്ടിലിൻ്റെ ഒരു സൈഡിലേക്ക് അങ്ങോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ടഫായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് വേറൊരു തരത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഞാനിതുപോലെ ഒരു അതിൻ്റെ സ്റ്റെം ഉണ്ടാക്കിയിട്ട് ആദ്യം ജസ്റ്റ് അതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുത്തു, ഇതുപോലെ. എന്നിട്ട് അതിൻ്റെ ശേഷം ഒരു ലീഫിൻ്റെ ഷേപ്പിൽ മാസ്കിംഗ് ടേപ്പ് കട്ട് ചെയ്തിട്ട് അത് ലീഫ് പോലെ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇത് എനിക്ക് കുറച്ചും കൂടെ ഈസി ആയി തോന്നി. അപ്പോൾ എല്ലാവരും ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യുക, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. മറ്റേത് കുറച്ച് ടഫാണ് കട്ട് ചെയ്തെടുക്കാനൊക്കെ. അങ്ങനെ നമ്മുടെ ബോട്ടിലിൻ്റെ 4 സൈഡും ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ആക്രിലിക് പെയിൻറ്റ്, വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ്. ഇതിൻ്റെ മേലെ ഒരു ഫസ്റ്റ് കോട്ട് അടിക്കുക എന്നുള്ളതാണ്. ഞാൻ നല്ല തിക്നെസ്സിൽ ഇത് അപ്ലൈ ചെയ്തിട്ടില്ല, ചെറുതായി ഒന്ന് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. എനിക്ക് അതിൻ്റെ ഒരു ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ടാണ് ഇത് ടോട്ടലായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ബോട്ടിലിൻ്റെ 4 സൈഡും ഇതുപോലെ വൈറ്റ് ഷെയ്ഡ് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഉണങ്ങിക്കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ മേലെ ഒരു കോട്ട് ബ്ലാക്ക് കൂടി ചെയ്ത് കൊടുക്കാം. ബ്ലാക്ക് കോട്ടിങ്ങും അധികം തിക്നെസ്സിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മളെ ബോട്ടിൽ മൊത്തമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ആദ്യം ഒട്ടിച്ച മാസ്കിംഗ് ടേപ്പ് അതിൽ നിന്ന് അടത്തി മാറ്റുമ്പോൾ ശ്രദ്ധിക്കണം. ആക്രിലിക് പെയിൻറ്റ് ആ ടാപ്പിൻ്റെ കൂടെ ചെറുതായിട്ടൊക്കെ ഓരോ സൈഡിൽ പറഞ്ഞു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അങ്ങനെ 4 സൈഡിൽ നമ്മൾ അടത്തി മാറ്റിയിട്ടുണ്ട്. ചില സൈഡിലൊക്കെ അത് അക്രിലിക് പെയിൻറ്റ് ചെറുതായിട്ടൊക്കെ ഒന്ന് പൊളിഞ്ഞു വന്നു. അത് നമുക്ക് ഇനി നമ്മൾ ഈ ഒരു ഷേപ്പിൽ ഗ്ലിറ്റർ ഗ്ലൂ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗോൾഡൻ കളർ ഗ്ലൂ ആണ്. അപ്പോൾ നമ്മളത് അപ്ലൈ ചെയ്യുക. അപ്പോൾ ആ പൊളിഞ്ഞു വന്നിടത്തൊക്കെ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കുക.
ഈ ഒരു ഗ്ലിറ്റർ ഗ്ലൂവിൻ്റെ ബോട്ടിൽ ഭയങ്കര ഹാർഡാണ്. അപ്പോൾ നമ്മളത് അപ്ലൈ ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു ഹാർഡ് നമുക്ക് ഫീൽ ചെയ്യും. കൈയൊക്കെ ഭയങ്കര പെയിനായിരുന്നു. അപ്പോൾ ഞാനത് ആ ഗ്ലൂ മാറ്റിയിട്ട് വേറൊരു ഗ്ലിറ്റർ ഗ്ലൂ എടുത്തു. ഇത് ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര സ്മൂത്താണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ 4 സൈഡും ഗ്ലിറ്റർ ഗ്ലൂ വെച്ച് ചെയ്തെടുത്തു. ഇനി എൻ്റെ കയ്യിൽ ഒരു സ്ട്രിങ് ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഈ ഒരു ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചെടുക്കാൻ പോവുകയാണ്. ഈ ഒരു സ്ട്രിങ് ലൈറ്റ് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. വളരെ ചീപ്പായിട്ട് ഒരു ഓഫറിന് കിട്ടിയതാണ്. അപ്പോൾ ഞാനത് ഈ ബോട്ടിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചെടുക്കുകയാണ്. അപ്പോൾ ലൈറ്റ് ഓണാക്കി കഴിഞ്ഞാൽ അത് ഇതുപോലെ ഇരിക്കും. നമ്മുടെ ചുറ്റുമുള്ള ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് കാണുമ്പോൾ ഇതിനൊന്നും കൂടെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി ഈ ബോട്ടിൽ നമുക്ക് ഫ്ലവർ വൈസ് ആയിട്ടും അതുപോലെ തന്നെ ലാമ്പായിട്ടും ഒക്കെ യൂസ് ചെയ്യാം. ലൈറ്റ് ഇല്ലാന്നുണ്ടെങ്കിലും ഈ ഒരു ബോട്ടിൽ പകലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്, ഗ്ലിറ്റർ ഗ്ലൂ ഒക്കെ ഉള്ള കാരണം. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് വെക്കുക, വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ബെൽ ബട്ടണൊക്കെ അടിച്ച് വെയിറ്റ് ചെയ്തിരിക്കട്ടോ. ഇനി ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ശനിയാഴ്ച ആയിരിക്കും. ശനിയാഴ്ച ഒരു 3 മണിക്കാണ് ഞാൻ അപ്ലോഡ് ചെയ്യുക. അതായത് ഇന്ത്യൻ ടൈം ഒരു 4:30 ആവും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.